ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് രണ്ട് അടിപൊളി ലൂട്ട്സാണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യത്തെ ലൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ബുക്ക് മൈ ഷോയുടെ വൗച്ചർ കിട്ടുന്ന ഒരു ലൂട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ലൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു മണി മേക്കിംഗ് ആപ്ലിക്കേഷനാണ്. അപ്പം ആപ്ലിക്കേഷൻ പേര് ക്യാഷ് മാഫിയ എന്നാണ്. സ്ക്രീനിൽ കാണാൻ പറ്റും ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ടും റെഫർ ചെയ്തിട്ടും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ലൂട്ട് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അതിനുമായിട്ട് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള ലൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലൂട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ലൂട്ടിലോട്ട് എത്താനുള്ള ലിങ്ക്, അതായത് ഒരു നമ്മളെ സ്പ്രൈറ്റ് എന്ന് പറയുന്ന എന്താ കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, ആ ഒരു ഡ്രിങ്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പം അതിൻ്റെ ആ ഒരു കമ്പനിയുടെ ഒരു ലൂട്ടാണ്. ഓക്കെ, ആ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്ത ലൂട്ടാണ്. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ലോഗിൻ ചെയ്യാനുള്ള ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മൊബൈൽ നമ്പർ OTP കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് OTP ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ OTP കൊടുക്കുക. അതിനുശേഷം നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ, അതായത് നിങ്ങളെ നെയിം ചോദിക്കും, ഇമെയിൽ അഡ്രസ്സ് ചോദിക്കും, അതുപോലെ തന്നെ ഇൻവൈറ്റ് കോഡ്. ഓക്കെ, അപ്പോൾ ഇൻവൈറ്റ് കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോയിൻ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ഓക്കെ, ഓരോ കോയിൻ ഇതിൽ വിലപ്പെട്ടതാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇൻവൈറ്റ് കോഡ് മസ്റ്റായിട്ടും കൊടുക്കുക. അപ്പോൾ താഴെ ഞാൻ തന്നിട്ടുണ്ട്, അപ്പോൾ ആ ഒരു കോയിൻ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് മൊബൈൽ നമ്പർ കൊടുക്കുക, ആ ഒരു കാര്യങ്ങൾ കൊടുക്കുക. ഓക്കെ, എത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളോട് കുറച്ച് ട്യൂട്ടോറിയൽസ് കാര്യങ്ങൾ തരും. അതായത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇതിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫർ കാര്യങ്ങൾ വരുന്നത് താഴെയായിട്ട് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ജസ്റ്റ് കോമിക് കോയിൻസ് കൊണ്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും 11 കോയിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിലുള്ള ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഒരു കോൺടെസ്റ്റാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കോയിൻസ് നിങ്ങൾ ഏൺ ചെയ്യാം. അപ്പോൾ സൈൻ ബോണസ് ആയിട്ട് നിങ്ങൾക്ക് 2 കോയിൻസ് നിങ്ങൾക്ക് അതിന് തന്നെ കിട്ടും. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് ഡെയിലി ഇതിൽ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് തന്നെ റിവാർഡ്സ് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു കോൺടെസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനോട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് താഴെയായിട്ട് എങ്ങനെയാണ് കോയിൻസ് ഏൺ ചെയ്യുക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് കോമിക് കോയിൻസ് ആണ് കോയിൻ്റെ പേര്. അപ്പം ഈ ഒരു കോയിൻസ് എങ്ങനെയാണ് ഏൺ ചെയ്യുക എന്നുള്ളത് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പറയുന്ന റിയാക്ട് ടു എ ജോക്ക്, ഒരു ജോക്കിന് നിങ്ങൾ റിയാക്ട് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ലോഡ് ആയതിനു ശേഷം കാണാൻ പറ്റും ഒരുപാട് ജോക്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ആയിട്ടൊരു ഇമോജീസ് കാണാൻ പറ്റും. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റിയാക്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇന്നത് ചെയ്തതാണ്, ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടും. അങ്ങനെ നിങ്ങൾ ഒരു ഡെയിലി അങ്ങനെ ഒരു 3 എണ്ണം നിങ്ങൾക്ക് അങ്ങനെ റിയാക്ട് ചെയ്തതിൽ നിങ്ങൾക്ക് കോയിൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്യുക. പിന്നെ വോട്ട് ഫോർ ഫേവറേറ്റ് ജോക്ക് എന്നുണ്ട്, അതായത് ജസ്റ്റ് വോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് വോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഡെയിലി അത് ചെയ്യേണ്ടതാണ്, വോട്ട് ചെയ്യുക. അതൊക്കെ വേണം വോട്ട്. ഓക്കെ, വോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു വീക്കിൽ ഒരു വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്ക് വരിക. അങ്ങനെ നിങ്ങൾ ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഈ ഒരു കോയിൻസ് ഏൺ ചെയ്യുക. പിന്നെ വരുന്നത് റെഫർ എ ഫ്രണ്ട് ഉണ്ട്, അതുപോലെ സബ്മിറ്റ് ജോക്ക് ഉണ്ട്. പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 കോയിൻസ് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് നിങ്ങൾ പ്രൊഫൈലിൽ ഇവിടെ അഡ്രസ്സ് കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് 5 കോയിൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ ഇവിടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് യെസ്സിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇനി എന്തോ ഒരു സാധനം കൂടി കൊടുക്കാനുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, സോ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പം ഇനി കോയിൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും 16 കോയിൻസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ മാക്സിമം, അതായത് മിനിമം ഒരു 20 കോയിൻസ് നിങ്ങൾ ഏൺ ചെയ്തെടുക്കുക. ഓക്കെ, ഒരു 15-20 കോയിൻസ് നിങ്ങൾ മിനിമം ഏൺ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ജോക്ക്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളൊരു ജോക്ക് എന്തെങ്കിലും നിങ്ങൾ ജസ്റ്റ് ജോക്ക് ടൈറ്റിൽ കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യുക ഒരു ജോക്ക്. ഓക്കെ, ഇമേജ് കാര്യമുണ്ടെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ജോക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ 5 കോയിൻസ് വീണ്ടും വേറെ കിട്ടും. ഓക്കെ, പിന്നെ അതായത് സെലക്ട് ചെയ്ത സബ്മിഷനാണ് അത് കിട്ടുന്നത്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്ര ചെയ്ത് നിങ്ങൾക്ക് ഡെയിലി അങ്ങനെ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റിവാർഡ്സ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റത്തെ റിവാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ലീഡർ ബോർഡ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ലീഡർ ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. ലീഡർ ബോർഡിൽ നിങ്ങൾ വരണം, അതായത് 1500 പേരിൽ ഒരാളായാൽ മതി നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് റിവാർഡ് കിട്ടും. ഓക്കെ, 1500 പേരിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഒരു മിനിറ്റ്, നിങ്ങൾക്ക് മിനിമം ഒരു 10-20 കോയിൻസൊക്കെ നിങ്ങൾ ഏൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ വരാൻ പറ്റും, അതായത് ഈ ഒരു ലീഡർ ബോർഡിൽ വരാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് 1500 പേരിൽ ആൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും റിവാർഡ് ഉറപ്പാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേക്ക് മൈ ട്രിപ്പിൽ നിങ്ങൾക്ക് ഒരു 50,000 റുപ്പീസിൻ്റെ വൗച്ചർ കിട്ടുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ആവുന്ന ആൾക്കാണ് അത് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവാൻ ശ്രമിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പോട്ടെ. ഓക്കെ, രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രൈറ്റ് ഗിയർ, അതായത് ആദ്യത്തെ 5 പേർക്ക്. ഓക്കെ, പിന്നുള്ള 5 പേർക്ക് ആദ്യത്തെ ആൾക്ക് 50,000 രൂപയുടെ ട്രിപ്പ് വരുന്നുണ്ട്.
സോറി മേക്ക് മൈ ട്രിപ്പിൻ്റെ വൗച്ചർ വരുന്നുണ്ട്. രണ്ടാമത്തെ ആൾക്ക് വരുന്നത് ഈ ഒരു സ്പ്രൈറ്റ് ഗിയർ, അതായത് ഈ ഒരു സംഭവമൊക്കെയാണ്, അതായത് എന്തോ ഡ്രസ്സും കാര്യങ്ങളും, അതായത് അങ്ങനെയുള്ള സംഭവങ്ങളാണ്, ജാക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറെ എന്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അതാണ് പിന്നെയുള്ള 5 പേർക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. നിങ്ങൾ മാക്സിമം ഇതിൽ കോയിൻസ് ഏൺ ചെയ്താൽ മതി. പിന്നത്തെ ആൾക്ക് വരുന്നത്, അതായത് നെക്സ്റ്റ് 1500 പേർക്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോയുടെ വൗച്ചറാണ്. 100 റുപ്പീസിൻ്റെ വൗച്ചറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത്. ഓക്കെ, അതിൽ 1500 പേരിൽ ഒരാളായാൽ മതി. അതിനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 20 കോയിൻസ് ഏൺ ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഇതിൽ പാർട്ടിസിപ്പൻസ് അധികം ഇല്ല. ഓക്കെ, ജസ്റ്റ് കാണിച്ച പാർട്ടിസിപ്പൻസ് ഉണ്ട്, പക്ഷേ അധികം കോയിൻസ് ഒന്നും ആരും ഏൺ ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ലീഡർ ബോർഡ് എടുത്ത് കാണിച്ചാൽ ലീഡർ ബോർഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പ് വരുന്നത് 3031 പോയിൻറ്റ്സാണ് വരിക. പക്ഷേ രണ്ടാമത്തേൽ നിങ്ങൾ നോക്കിക്കാൻ പറ്റും 385 പോയിൻറ്റ്സാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് അടിച്ച് പോകാം. നെക്സ്റ്റ് അടിച്ച് പോയിട്ട് നമുക്ക് ഏറ്റവും മിനിമം എത്ര കോയിൻസ് ഏൺ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്കിൽ ഈ ഒരു ലീഡർ ബോർഡിൽ നിങ്ങൾ എത്തണം. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നെക്സ്റ്റ് അടിച്ച് പോകാണ്ട് ഞാൻ. അപ്പോൾ കാണാൻ പറ്റും ഇപ്പം എൻ്റെ ഇപ്പം 650 സ്ഥാനത്തൊക്കെ കാണാൻ പറ്റും 14 പോയിൻറ്റ്സാണുള്ളത്. ഓക്കെ, ആൾക്ക് 14 കോയിൻസ് ഏൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ലീഡർ ബോർഡിൽ നിങ്ങൾ കുറച്ച് ഒരു 20 സംതിങ് കോയിൻസ് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ലീഡർ ബോർഡിൽ നിങ്ങൾക്ക് അതിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വൗച്ചർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. കാണാൻ പറ്റും 1000ാമത്തെ സ്ഥാനം വരെ കാണാൻ പറ്റും 10 പോയിൻറ്റ്സാണുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണം. അപ്പോൾ ഈ ലീഡർ ബോർഡിൽ ഈ ഒരു ഓരോ വീക്കിലായിരിക്കും ഒരു ലീഡർ ബോർഡ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൊക്കെ നിങ്ങൾ അത്യാവശ്യം കോയിൻസ് ഏൺ ചെയ്ത് വെക്കുക. ഓരോ ദിവസം നിങ്ങൾ ഡെയിലി വരുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. അത് മാത്രം നിങ്ങൾക്ക് പെർ റെഫർ 5 കോയിൻസ് വെച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരാളെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണാൻ പറ്റും ഒരാളെ റെഫർ ചെയ്തപ്പോൾ കാണാൻ പറ്റും ഒരെണ്ണത്തിന് ചെയ്തുള്ളൂ. അപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റെഫറായി അതിൻ്റെ കോയിൻസ് 5 കോയിൻസ് എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കുറച്ച് റെഫർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കോയിൻസ് കയറും. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ ചെയ്യാം. മാക്സിമം റെഫർ ചെയ്യുക. അപ്പോൾ റെഫർ ചെയ്യാനായിട്ട് ജസ്റ്റ് റെഫർ ചെയ്യാൻ ഫ്രണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ടിൻ്റെ മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കോഡ് വരും. അപ്പോൾ ആ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് അതിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ ചെയ്താൽ മതി. ഓക്കെ, ഇൻവൈറ്റ് കോഡ് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കോയിൻസ് കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഓരോ വീക്കിലും ഓരോ ആൾക്കാരെ, അതായത് ലീഡർ ബോർഡിൽ നിങ്ങൾ എത്തുക. അപ്പോൾ ഇത് എത്ര നാളുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ കറൻറ്റ്ലി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ലൂട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ഈ ആദ്യത്തെ ലൂട്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യം നോക്കാം. സോ ഇത് പറയുന്നപ്പോൾ ഒരുപാട് ടൈം പോയി. അപ്പം രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേര് ക്യാഷ് മാഫിയാണ്. ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിലൂടെ റിവ്യൂ ചെയ്തിട്ടുള്ള വേറെ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഏതാണ് ക്യാഷ് നിഞ്ച എന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കമ്പനിയുടെ തന്നെ പുതിയ ആപ്ലിക്കേഷനാണ്. ഓക്കെ, പേയ്മെൻറ്റ് ആളൊക്കെ പക്കയാണ്, സീനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളോട് ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതായത് ജസ്റ്റ് കുറച്ച് പെർമിഷൻ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. ഓക്കെ, പക്ഷേ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് പോകുക. അല്ലെങ്കിൽ നെക്സ്റ്റ് അടിച്ച് പോകുക. അതിനുശേഷം ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഹോം പേജിലൂടെ നിങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഹോം പേജിലൂടെയായിട്ട് നമുക്ക് ഒരുപാട് ഏണിംഗ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ബാലൻസ് കാര്യങ്ങളോടായിട്ട് കാണാൻ പറ്റും. എൻ്റെ ഇപ്പോൾ 0 കോയിൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗെറ്റ് ഇൻസ്റ്റൻറ്റ് 3 എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, പ്ലേ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇതുപോലെ ചോദിക്കുക. അപ്പോൾ ഇതുപോലെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ടിവേറ്റ് നൗവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതായത് പ്ലേ ടൈം റിവാർഡ് എന്ന് പറയുന്ന ഓഫർ വാൾഡല്ലോ, അതിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷനാണുള്ളത്. അത് ജസ്റ്റ് പ്ലേ നൗവിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പേജിലോട്ട് പോകും. അത് ഇൻസ്റ്റാൾ ചെയ്ത് ബാക്ക് വന്നിട്ട് വീണ്ടും പ്ലേ നൗവിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ ഓരോ മിനിറ്റ് നിങ്ങൾ ആ ഒരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോയിൻസ് വെച്ച് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഒരു കോയിനാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഈ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇവിടെ അൺലോക്ക് ആവുന്നത്. അപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്ട്രാ നിങ്ങൾക്ക് 3 റുപ്പീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അടുത്തായിട്ട് ഇവിടെ പബ് സ്കെയിൽ എന്ന് പറഞ്ഞ ഓഫർ വാളുണ്ട്. അപ്പോൾ അതിലും വരുന്നത് ഓരോ ആപ്ലിക്കേഷൻസ് ആണ്. അതായത് ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ അപ്പോൾ തന്നെ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റേത് ഒരു മിനിറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കോയിൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഒരു ആപ്പ് യൂസ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പറയുന്ന കോയിൻസ് കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഒരു പബ് സ്കെയിൽ വരുന്നത്. ഈ ഒരു പ്ലേ ടൈം നമ്മൾ നോക്കിയതാണ്. പിന്നെ ബിറ്റ് ലാബ്സിൽ സർവേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ സർവേസ് ഉണ്ടാകും. സർവേസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ കാണിച്ചത് കാണാൻ പറ്റും. സർവേസും ഉണ്ട്, ഓഫേഴ്സും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ വാച്ച് വീഡിയോ ഉണ്ട്. അതായത് ആഡ്സ് വാച്ച് ആയിട്ട് കോയിൻസ് ഏൺ ചെയ്യാം. അതുപോലെ വേറെയുള്ള ഓഫർ വാൾസ് തന്നെയാണ്. അപ്പോൾ ഞാനൊന്നും കൂടുതലായിട്ട് പറഞ്ഞിരുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സെൽഫ് ഏണിംഗ് ഓപ്ഷൻസ്. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അടുത്തായിട്ട് റെഫർ ഏണിംഗ് ഓപ്ഷൻ ഉണ്ട്. അത് ഇൻവൈറ്റിൽ ക്ലിക്ക് ചെയ്തതിൽ റെഫർ ലിങ്ക് കിട്ടും. ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ഫ്രണ്ട്സിനെ മാക്സിമം റെഫർ ചെയ്യുക. അപ്പോൾ ഒരു റെഫറിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ 10% ആണ്. അതായത് ഓക്കെ, യു വിൽ ഗെറ്റ് 10% ഓഫ് യുവർ ഫ്രണ്ട്സ് ഏണിങ്സ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ഏൺ ചെയ്യുന്നതിൻ്റെ 10% ഏണിങ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല.
ഓക്കെ. പിന്നെ റിവാർഡ്സ് ആ സെക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഉണ്ട് കേട്ടോ. 10 പേര് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തില്ല 500 കോയിൻസ് നിങ്ങൾക്ക് എക്സ്ട്രാ അവിടെ നിന്ന് വേറെ കിട്ടും. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഇതിൽ ആപ്പിൾ ഐഫോൺ 15 വരെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിനായിട്ട് 60,000 ഇൻവൈറ്റ്സ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. പിന്നെ ഒരു ലീഡർ ബോർഡ് ഉണ്ട്, അത് നിങ്ങൾ കാര്യമില്ല. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് റെഡീമിൽ ക്ലിക്ക് ചെയ്യുക. റെഡീമിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും റെഡീമിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ പേ ആണോ യു പി ആണോ എന്ന് ചോദിക്കും. അപ്പോൾ യു പി ആണെങ്കിൽ യു പി സെലക്ട് ചെയ്യുക. ചോദിക്കുന്ന ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിനിമം വിഡ്രോയിൽ ഇപ്പോൾ വരുന്നത് 10 രൂപയാണ്. അതായത് 856 കോയിൻസ് ഉണ്ടെങ്കിൽ 10 രൂപ നിങ്ങൾക്ക് യു പി ഐയിലോട്ട് വിഡ്രോ ചെയ്യാം. പേയ്മെൻറ്റ് അയാളൊക്കെ പക്കയായിട്ട് ഇപ്പോൾ കറൻറ്റ്ലി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന അത്ര നിങ്ങൾ മിനിമം ഒരു വിഡ്രോയിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് 856 കോയിൻസ് ഇങ്ങനെ ഏൺ ചെയ്യുക, വിഡ്രോ അടിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ വേണ്ട, നമ്മൾ വേറെ വീഡിയോസിലും വേറെ ആപ്ലിക്കേഷൻസ് ഇടും. അപ്പോൾ നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.